സോനം വാങ്ചുക്ക് എവിടെയൊക്കെ പോയിട്ട് ഈ പറയുന്ന പോലത്തെ ഹങ്കർ സ്ട്രൈക്ക് നടത്തുന്നു, അവിടെയൊക്കെ അദ്ദേഹം ഒരു 4-5 രക്തസാക്ഷികളെ സൃഷ്ടിക്കാറുണ്ട്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ എന്തായിരുന്നു? തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ പാടില്ല. അത് ആൾക്കാർ അതൊക്കെ വളരെ ബാലിശമായ ആവശ്യം. നമ്മൾ ചോദിക്കുകയും അവർക്ക് സ്വയം അത് ബാലിശമായ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി അവർ വിട്ടിട്ട് പോയതാണത്. ഇവരുടെ ആവശ്യങ്ങൾ ഈ പറയുന്നത് പോലെ ഓരോ ആഴ്ചയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഈ പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി വളരെ വൈകാരികമായിട്ട് അതിനിപ്പോൾ വിദ്യാർത്ഥികളെ ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആവട്ടെ ഇളക്കി വിടുക എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നിങ്ങൾ മത്സരിച്ച് ജയിക്കൂന്നേ. ഞങ്ങൾക്കെതിരായിട്ട് പറയാനുള്ള കാര്യം മുഴുവൻ നിങ്ങൾ പറയൂ, നീറ്റ് പറയൂ, ചോദ്യപേപ്പർ ചോർന്ന് പറയൂ, നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ കാലത്ത് എന്ത് സംഭവിച്ചു, ഞങ്ങളുടെ കാലത്ത് എന്താണ് സംഭവിക്കുന്നത്, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് ചർച്ച ചെയ്യാം. FCRA തന്നെയാണ് ഇത്തവണത്തെ പ്രധാനപ്പെട്ട വിഷയം, അല്ലാണ്ട് നീറ്റ് ഒന്നുമല്ല വിഷയം. അത് പക്ഷേ FCRA ആണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്രയും വലിയ ഒരു ഒരു ക്യാമ്പയിൻ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഡൽഹി പ്രക്ഷുബ്ധമാക്കിയ CJP പ്രതിഷേധത്തിന് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികൾ എന്ന് പറയുന്നത് വാസ്തവമോ? അതിനോടൊപ്പം തന്നെ ഈ സമരം നേരിടുന്നതിൽ കേന്ദ്രത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചോ? ഒപ്പം നീറ്റ് പരീക്ഷാ വിവാദം നേരിടുന്നതിലും എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോ? ഇപ്പോഴത്തെ പ്രതിഷേധങ്ങളുടെ ലക്ഷ്യമെന്ത് പരിശോധിക്കാൻ നമ്മോടൊപ്പം ചേർന്നു BJP ഇന്റലക്ച്വൽ സെൽ കൺവീനർ ശ്രീ യുവരാജ് ഗോകുൽ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. യുവരാജ്, ഈ സമരം വളരെ അക്രമാസക്തമായി ഇന്നലെ. 100-ലേറെ പോലീസുകാർക്ക് പരിക്കേറ്റു, 60-ലേറെ പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റു. പക്ഷേ ഈ വാർത്ത പലരിലേക്കും എത്തുമ്പോൾ പലപ്പോഴും വൺ സൈഡഡ് ആവാറുണ്ട്. ചിലപ്പോഴൊക്കെ തന്നെ പോലീസിൻ്റെ ഭാഗം മാത്രം കാണിക്കുന്നു, ചിലപ്പോഴൊക്കെ തന്നെ പ്രതിഷേധക്കാരുടെ ഭാഗം മാത്രം കാണിക്കുന്നു. ആക്ച്വലി ഈ സമരത്തെ ഇത്രയേറെ ക്രൂരമായി തല്ലിച്ചതയ്ക്കേണ്ടതുണ്ടായിരുന്നോ സമരക്കാരെ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പോലീസിനെ ഉപയോഗിച്ച് കുട്ടികളെ ഇങ്ങനെ മർദ്ദിക്കേണ്ടതുണ്ടായിരുന്നോ? ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഈ സമരം നേരിടുന്നതിൽ വീഴ്ച സംഭവിച്ചോ? നോക്കൂ, ഞാൻ ഈ സമരത്തിൻ്റെ തുടക്കം മുതൽ പറയാം. അപ്പോൾ മാത്രമല്ല നമ്മൾ ഈ ചോദ്യം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ലല്ലോ പലതും. ഈ സമരം തുടങ്ങിയിട്ട് ഏതാണ്ട് 10-20 ദിവസത്തിന് മുകളിലായി. കഴിഞ്ഞ മാസം തുടങ്ങിയ സമരമാണ്, ജൂണിൽ തുടങ്ങിയ സമരമാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ജൂലൈ അവസാനത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ജൂലൈ 21 ഈ പറയുന്ന സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. ഇത്രയും ദിവസങ്ങളിൽ അവരവിടെ പ്രതിഷേധം നടത്തുകയാണ്, കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. ആ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ കവർ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കേന്ദ്ര സർക്കാർ കയറി അതിനെ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഒരു പരിശ്രമവും നടത്തിയിട്ടില്ല. പകരം ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തുമ്പോൾ അവർ സെക്രട്ടേറിയറ്റിൻ്റെ അകത്തേക്ക് കയറി പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കേരള പോലീസ് നോക്കി നിൽക്കാറാണോ പതിവ്, അതോ ബാരിക്കേഡ് കെട്ടി തടയലാണോ പതിവ്? ബാരിക്കേഡ് കെട്ടി തടയുന്ന സമയത്ത് ചിലപ്പോൾ ഉന്തും തള്ളും ഉണ്ടാവും, ജലപീരങ്കി അടിക്കും, ചിലപ്പോൾ ആ പ്രതിഷേധം അതോടുകൂടി അവിടെ കഴിയും. ചില സമയത്ത് അത് കൂടുതൽ അക്രമാസക്തമായിട്ട് പോലീസിനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മളോട് ഇത് പുതുതായിട്ട് ആരും പറഞ്ഞു തരേണ്ടുന്നതും നമുക്കിതൊരു ഏലിയൻ സംഭവമൊന്നുമല്ല, നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന സംഭവങ്ങളാണ്. ഇവിടെ SFI ആയാലും KSU ആയാലും ABVP ആയാലും ശരി തന്നെയാണ്. പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് അത് അക്രമാസക്തമായി കഴിഞ്ഞാൽ, അത് പോലീസിനെ കല്ലെറിയുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായാൽ, അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പോലീസ് തിരിച്ച് വിദ്യാർത്ഥികളെ ആയാലും ശരി തന്നെയാണ് അവർ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർ ടിയർ ഗ്യാസ് എറിയും, ചിലപ്പോൾ ലാത്തി ചാർജ് നടത്തും. ഇത് തന്നെയല്ലേ എവിടെയും സംഭവിച്ചോളൂ. എന്തെങ്കിലും മഹത്തായ പുതിയൊരു കാര്യം ഈ രാജ്യത്ത് ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചോ? ഇല്ലല്ലോ. നമ്മുടെ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി KSUവിൻ്റെ പ്രസിഡന്റിനെ നോക്കി ചിരിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ പറഞ്ഞ എന്തായിരുന്നു? KSUക്കാർ തല പൊട്ടി സമരം ചെയ്തിട്ടുണ്ട്, പിണറായി വിജയൻ്റെ പോലീസുകാർ ഇവിടുത്തെ KSUക്കാരുടെ തല അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്, ചോര ഒലിച്ചുകൊണ്ടാണ് അവരിവിടെ സമരം ചെയ്തത്, അതിൻ്റെ റിസൾട്ടാണ് VD സതീശൻ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ലോക ചരിത്രത്തിൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഇടത്തും നടക്കാത്ത സംഭവമൊന്നുമല്ല. പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തിയാൽ ആ മാർച്ചിനകത്ത് കല്ലേറുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തിരിച്ച് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് റിട്ടാലിയേഷൻ ഉണ്ടാവും. കാരണം പോലീസിന് അതിന് സംരക്ഷണം കൊടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ സമരം ചെയ്യാൻ ഇറങ്ങുന്നവർ, പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നവർ അക്രമാസക്തമായിട്ടാണ് പ്രതിഷേധം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളും വന്ന് നിൽക്കുന്നത്.
ഞങ്ങളൊരു സുപ്രഭാതത്തിൽ മറ്റേ എന്താണ് പരവതാനി വിരിച്ചിട്ടിട്ട് ആ പരവതാനിയിലൂടെ നടന്നങ്ങ് വന്നിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. ലാൽ ചൗക്കിൽ കശ്മീരിൽ ത്രിവർണ്ണ പതാക ഉയർത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തലകുനിച്ച് മാറി നിന്ന സമയത്ത് സധൈര്യം അവിടെ ചെന്ന് ഈ പറയുന്ന പോലെ ഇവിടുത്തെ കോൺസ്റ്റബിൾ കുട്ടൻപിള്ളയുടെ കൂടെ സമരം ചെയ്യാനല്ല ഞങ്ങൾ പോയതെന്ന്, ഞങ്ങളുടെ നേതാക്കൾ അന്ന് പോയത്. ഇന്ത്യ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് നിന്ന, കശ്മീരിനെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് നിന്ന തീവ്രവാദികളുടെ മുന്നിൽ കൂടെ തന്നെയാണ് നെഞ്ചു വിരിച്ചു പോയിട്ട് അവിടെ ത്രിവർണ്ണ പതാക ഉയർത്തിയിട്ട് ഞങ്ങൾ വന്നു. അതുകൊണ്ട് ഞങ്ങളിത് സമരം ചെയ്യാതെയോ സമരം കാണാതെയോ വന്നിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ധാരണ ഉണ്ട്. അപ്പോൾ സമരത്തിനെ കൈകാര്യം ചെയ്യുന്നതിനകത്ത് ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഞാൻ ചോദിച്ചതിന് ഞാനൊരു ചരിത്രപരമായ ഒരു വിഷയം കൂടി ചേർത്തിട്ട് മറുപടി പറയാം. ഇപ്പോൾ മൻമോഹൻ സിംഗ് സർക്കാർ, രണ്ടാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വലിയ സമരങ്ങളുണ്ടായി. നമുക്കറിയാം, അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങളുണ്ടായി. നമ്മുടെ ബാബ രാംദേവ്ജിയുടെ ഭാഗത്തു നിന്ന് സമരങ്ങളുണ്ടായി. ഈ ബാബ രാംദേവ്ജിയുടെ ഭാഗത്തു നിന്ന് സമരം ഉണ്ടാകുമ്പോൾ രാംലീല മൈതാനത്തിൽ അദ്ദേഹം നിരാഹാരം ഇരിക്കുകയാണ്. ഈ പറയുന്ന പോലെ പ്രൊട്ടസ്റ്റ് മാർച്ച് അവിടെ നടക്കുന്നില്ല, പാർലമെൻറ്റ് മാർച്ച് നടക്കുന്നില്ല, ആർക്കു നേരെ കല്ലേറ് നടക്കുന്നില്ല. വളരെ സമാധാനപരമായിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ രാംലീല മൈതാനത്ത് തടിച്ചുകൂടുകയും രാംദേവ്ജി അവിടെ നിരാഹാരം ഇരിക്കുന്നതാണ്. 2011 ജൂൺ മാസം 4-ാം തീയതി 5-ാം തീയതി ആയിട്ട് അവിടെ എന്താ സംഭവിച്ചത്? അവിടേക്ക് ഇടിച്ചു കയറുകയും മുഴുവൻ ആൾക്കാരെയും കൈകാര്യം ചെയ്യുകയും രാംദേവ്ജി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ രാജ്ബാല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ തലയടിച്ച് പൊട്ടിച്ചു. അവരുടെ സ്പൈനൽ കോഡിന് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി. 114 ദിവസം ആ സ്ത്രീ കോമയിൽ കിടന്നു. 51 വയസ്സായ സ്ത്രീയായിരുന്നു. 114 ദിവസം കോമയിൽ കിടന്നിട്ട് അവർ മരണപ്പെട്ടു. അവർ പ്രതിഷേധമായിട്ട് മാർച്ച് നടത്താനൊന്നും പോയതല്ല, അല്ലെങ്കിൽ അവർ കല്ലേറുണ്ടായിട്ടില്ല, അവർ അക്രമാസക്തമായിട്ടില്ല, സമാധാനമുണ്ട്. ഇങ്ങനെയാണ് കോൺഗ്രസ് ആ സമരത്തിനെ കൈകാര്യം ചെയ്തത്. ഞങ്ങൾ അതുപോലെ എന്തെങ്കിലും ചെയ്തോ? അവർ ഇത്രയും ദിവസം അവിടെ നിരാഹാരമായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിന് പോയോ? അവരോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയോ? നിങ്ങൾക്ക് അറിഞ്ഞു അനുമതി തരില്ല എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ അവരെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടിയിട്ട് പോയോ? അവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് പോയോ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സോനം വാങ്ചുക്കിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്നതിനനുസരിച്ച് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു, ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആ തരത്തിലുള്ള വിഷയങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ എങ്ങനെ ഈ വിഷയത്തിനെ മോശമായി കൈകാര്യം ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ഇത് എന്തായാലും സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അതാണ് യാഥാർത്ഥ്യം. പക്ഷേ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണം, ഇതാണ് ഇപ്പോൾ ഇവരുടെ ആവശ്യങ്ങളിൽ ഒന്ന്. 2, ആത്മഹത്യ ചെയ്ത, പരീക്ഷാ സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ഓരോ കോടി വീതം കൊടുക്കണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഇതൊക്കെ ആവശ്യം ഉന്നയിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. ഈ വിഷയങ്ങൾ, അതായത് 1, മത്സര പരീക്ഷയിൽ തുടർച്ചയായി ഉണ്ടായിട്ടുള്ള ചില വീഴ്ചകൾ, അതിൽ ധർമ്മേന്ദ്ര പ്രധാന് മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചോ BJP സർക്കാർ? അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം ചർച്ചകളുടെ, ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഓർഡറിൽ തന്നെ വരാം. ചർച്ചയുടെ കാര്യം അങ്ങ് പറഞ്ഞു. ഇപ്പോൾ അവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ശരിയാണ്, ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ വീട്ടുകാർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറയുന്നതിനകത്ത് ഓക്കെ, നമുക്കതിനകത്ത് ചർച്ച നടക്കാവുന്ന വിഷയമാണ്. നാളെ മുതൽ ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു വിഷയം കൊണ്ട് ആരെങ്കിലും ഒക്കെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. സോ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് ചർച്ച ചെയ്യാൻ മെറിറ്റുള്ളൊരു വിഷയമാണ്. ഞാൻ പറയുന്നത് ചർച്ച ചെയ്യേണ്ടാത്ത വിഷയമാണെന്നോ ബാലിശമായ ആവശ്യമാണെന്നോ അല്ല, അത് ചർച്ച ചെയ്യാൻ മെറിറ്റുള്ള വിഷയമാണ്. നമുക്ക് ഇവർ ഈ ആവശ്യങ്ങൾ എപ്പോഴാണ് ഇവർ പറയുന്നത്? 48 മണിക്കൂർ, നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പാണ് ഇവർ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിന് മുമ്പ് ഇവരുടെ ആവശ്യം എന്തായിരുന്നു? ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ അങ്ങേക്ക്? എന്തായിരുന്നു ഇവരുടെ ആവശ്യം എന്നുള്ളത്? ഇവിടുത്തെ ജഡ്ജിമാരും മത്സരിക്കാൻ പാടില്ല, തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ പാടില്ല. അത് ആൾക്കാർ, അതൊക്കെ വളരെ ബാലിശമായ ആവശ്യമാണ്. നമ്മൾ ചോദിക്കുകയും അവർക്ക് സ്വയം അത് ബാലിശമായ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി അവർ വിട്ടിട്ട് പോയതാണത്. ഒരു ഇന്ത്യൻ പൗരനാണ്, ഏത് ജഡ്ജി ആയിക്കൊണ്ടോട്ടെ, അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണ്. അദ്ദേഹത്തിന് നാളെ ഒരു പഞ്ചായത്തിൽ മത്സരിക്കണമെന്ന് തോന്നിയാൽ വേണ്ടെന്ന് പറയാൻ പറ്റും, സാധിക്കുമോ? അദ്ദേഹത്തിന് നാളെ തോന്നുന്നു ഞാനൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മത്സരിച്ച് നിയമസഭയിൽ എത്തണമെന്ന് തോന്നിയാൽ പറ്റില്ല എന്ന് പറയാൻ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് സാധിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയല്ലേ അദ്ദേഹം പാർലമെന്റിൽ മത്സരിക്കുന്നെങ്കിൽ. അപ്പോൾ ഇത് ബാലിശമായ ആവശ്യമാണ്. അതുപോലെ അവർ അന്ന് ഉന്നയിച്ചിരുന്ന മറ്റൊരാവശ്യം, ഇപ്പോൾ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ അടച്ചുപൂട്ടണം എന്നുള്ളതാണ്. കോർപ്പറേറ്റുകൾ നടത്താൻ പാടില്ല. ഈ കോർപ്പറേറ്റ് ഒന്ന് ആർക്കെങ്കിലും സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ടോ ഈ നാട്ടിൽ? അതായത് വ്യവസായം നടത്തുന്ന ആൾക്കാരെയാണല്ലോ ഇവർ കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത്. അത്യാവശ്യം ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കി നിൽക്കുന്ന ആൾക്കാരെയാണല്ലോ ഇവർ കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് കോർപ്പറേറ്റുകളെന്ന് പ്രത്യേകം കുറച്ച് ആൾക്കാർക്ക് മാത്രം സർട്ടിഫിക്കറ്റ് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ്, അല്ലാത്ത ആൾക്കാർ, ഇപ്പോൾ യൂസഫ് അലി ഇവിടെ നല്ല കച്ചവടക്കാരനും അദാനി വളരെ മോശം കച്ചവടക്കാരനും എന്നുള്ള നിലയിലുള്ളൊരു ബ്രാൻഡിങ് പോലെ ഇവരെന്തെങ്കിലും ബ്രാൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണോ? എനിക്കറിയില്ലല്ലോ. സർട്ടിഫിക്കറ്റ് ഒഫീഷ്യലി കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്തരം ബാലിശമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ആവശ്യങ്ങളൊന്നുമില്ല.
അപ്പോൾ അവർക്ക് ചർച്ച നടക്കണം എന്ന് അങ്ങ് പറയുമ്പോൾ ഈ ചർച്ച ഏത് വിഷയത്തിലാണ് ഇവർക്ക് നടക്കേണ്ടുന്നത്? അവർക്ക് ഈ ആഴ്ച ഒരാവശ്യം, അടുത്ത ആഴ്ച മറ്റൊരാവശ്യം, ഇപ്പോൾ മറ്റൊരാവശ്യം, ഇനി അടുത്ത മാസം ഇവരുടെ ആവശ്യം എന്താണ് നമുക്കറിയില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കേന്ദ്ര സർക്കാരിന് വേറെ പണിയില്ലേ? ഓക്കെ. ഇപ്പൊ നീറ്റ് വിഷയം ശരിയാണ്. നമ്മൾ നീറ്റ് വിഷയത്തിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ പലരും നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജെനുവിനായിട്ടുള്ള ചില കൺസേൺസ് പറയുന്നുണ്ടായിരുന്നു. ആ കൺസേൺസ് യാഥാർത്ഥ്യമായിരിക്കാം, അതിനകത്ത് ചർച്ച നടക്കണം. അത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള വിഷയം ഇവരെവിടെയാണ് ഉന്നയിച്ചത്? ഞാൻ ചോദിക്കണം, ഇവരെവിടെയാണ് ആ വിഷയങ്ങൾ ഉന്നയിച്ചത്? ഇവിടെ ഒരിടത്തും ഇവർ അത്തരം വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ഞാൻ കണ്ടില്ല. ഇവർ പകരം ചുമ്മാ ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു ആൾക്കൂട്ടം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, ആൾക്കൂട്ടം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ബംഗ്ലാദേശോ അല്ലെങ്കിൽ നേപ്പാളോ അല്ലെങ്കിൽ ശ്രീലങ്കയോ ഒക്കെ ആവർത്തിക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്ന് ചെയ്യുന്ന ഒരു ബഹളമല്ലാതെ ഇവർ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു വിഷയവും എടുത്തുന്നയിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടില്ല എന്നേ. ഇപ്പം നീറ്റ് വിഷയം അങ്ങ് എടുത്തോളൂ. ഇപ്പം നീറ്റ് ശരിയാണ്, 2024-ലും 2026-ലും ചില പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നങ്ങളിൽ നമുക്ക് ഈ സർക്കാർ അതിൽ നിന്ന് ഒളിച്ചോടിയോ? ഇപ്പോൾ 2026-ലെ വിഷയം തന്നെ എടുത്തോളൂ. മെയ് 3-ാം തീയതിയാണ് നീറ്റ് എക്സാം നടന്നിരിക്കുന്നത്. 4-ാമത്തെ ദിവസം NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് ഒരു ലീക്കേജ് അല്ലെങ്കിൽ ഒരു ഫ്രോഡ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്താണ് ആ ഫ്രോഡ്? PV കുൽക്കർണി എന്ന് പറയുന്ന കെമിസ്ട്രി അധ്യാപകൻ, അദ്ദേഹത്തിനായിരുന്നു മറാഠിയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ചുമതല ഉണ്ടായിരുന്നത്. അദ്ദേഹം അവസരം മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്റ്റുഡൻസിന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇത് വ്യാപകമായി സംഭവിച്ചൊരു കാര്യമല്ല, അവിടെ മാത്രം സംഭവിച്ചൊരു കാര്യമാണ്. പക്ഷേ റിസൾട്ട് അതിൻ്റെ അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്തു? 5-ാമത്തെ ദിവസം തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഗവൺമെൻറ്റിനെ അറിയിച്ചു, കേസ് ഫയൽ ചെയ്തു. ഗവൺമെൻറ് ആ എക്സാം ക്യാൻസൽ ചെയ്തു. ജൂൺ മാസം 16-ാം തീയതിയോ മറ്റോ റീടെസ്റ്റ് നടത്തി, റിസൾട്ട് പ്രഖ്യാപിച്ചു. 20 ലക്ഷം പേര് പരീക്ഷ എഴുതി, 56% പേര് പാസ്സായി അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇത്ര ഈ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അവിടെ എന്താ ചെയ്തത്? വിഷയം NTA പറഞ്ഞതോടുകൂടി അല്ലെങ്കിൽ NTA ഈ വിഷയം ഉന്നയിച്ചതോടുകൂടി ആ വിഷയത്തിനെ ഓൺ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് അതിനെതിരെ നടപടി ഉണ്ടായി. CBIക്ക് അന്വേഷണം പ്രഖ്യാപിച്ചു. അതിൻ്റെ പുറകിലുണ്ടായിരുന്ന കൾപ്രിറ്റുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം വളരെ ഭംഗിയായിട്ട് റീടെസ്റ്റ് നടത്തി നീറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ആ വിഷയം അവിടെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇവർ പറയുന്നത് എന്താണ്? നീറ്റുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാത്ത കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഈ പറയുന്ന പോലെ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു PV കുൽക്കർണി, അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചു. അതിന് മുമ്പ് അഹ്നുൽ ഹക്ക് എന്ന് പറയുന്ന ഒരു സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു അത് ചെയ്തത്. അദ്ദേഹം സ്കൂളിൻ്റെ പിൻവാതിൽ തുറന്നു കൊടുത്തു, ഒരാളെ കയറ്റി അതിനകത്തുനിന്ന് ഫോട്ടോ എടുപ്പിച്ചിട്ട് ലീക്ക് ചെയ്യിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ രണ്ടിടത്തും മോഷണമാണ് സംഭവിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കുകയാണ് രണ്ട് കള്ളന്മാർ അകത്തൂടെ കയറി മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ഇതിനകത്ത് കുറയാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തണം. അപ്പോൾ സ്ട്രക്ചറലി ഇത് മുഴുവൻ റീവാമ്പ് ചെയ്ത് കഴിഞ്ഞു. 2027 ഓൾറെഡി നേരത്തെ മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. 2026 നിലവിലുള്ള സാഹചര്യത്തിലുള്ള നീറ്റ് ടെസ്റ്റിൻ്റെ അവസാനത്തെ പരീക്ഷ. 2027 മുതൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് മുഴുവൻ എൻക്രിപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത്. ആ തലത്തിലുള്ള പരീക്ഷയാണ് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇനി അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? ഇനി അതിനെ നിങ്ങൾക്ക് കൂടുതൽ വലിയ സജഷനും തരാനുണ്ടോ? അതിന് കൂടുതൽ ഇംപ്രവൈസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ചർച്ച നടത്താം. ആ വിഷയത്തിൽ നമുക്ക് ചർച്ച നടത്താം. അപ്പോൾ അതൊന്നുമല്ല, ഇവർക്ക് ഓരോ ആഴ്ച ഓരോ ആവശ്യമാണ്. ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ വരുമ്പോൾ എന്ത് ചർച്ച നടത്തണമെന്നാണ് പറയുന്നത്? ഇവരുടെ ഉദ്ദേശത്തിൽ എന്തെങ്കിലും സംശയിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും സംശയിക്കേണ്ടതുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ ജെനുവിനായ ഒരു വിഷയമല്ല ഉന്നയിക്കുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ ഈ പറയുന്നത് പോലെ ഓരോ ആഴ്ചയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഈ പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി വളരെ വൈകാരികമായിട്ട് അതിനിപ്പോൾ വിദ്യാർത്ഥികളെ ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആവട്ടെ ഇളക്കി വിടുക എന്ന് പറയുന്നതാണ്. അത് മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ. ഇതെന്താ ചെയ്യുന്നത്? ഇതിന് ശേഷം ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ റിസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു ബഹളം, ആ ബഹളവും കൊണ്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഒരു ഗവൺമെൻറ്റിനെതിരായിട്ട് വലിയ ഒരു പ്രശ്നമാക്കി അതിനെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതേ പാറ്റേൺ ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. വിഷയം ഒരു നീറ്റ് വിഷയം എടുത്തു, നീറ്റ് വിഷയം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും മറച്ചു വെച്ചുകൊണ്ട് ഒരു നീറ്റ് വിഷയം നോക്കൂ, ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് ഗവൺമെൻറ് ഭരിക്കുന്നു. ഇവർക്ക് എത്ര വിഷയം, ഇവർക്ക് ഒരു കറപ്ഷൻ വിഷയം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ലാത്തൊരു ഫെയിലിയർ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല അവർക്ക്. ആകെ കിട്ടിയതാണ് ഒരു ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരൊറ്റ വിഷയം. ആ വിഷയവും പിടിച്ചുകൊണ്ട് അവർ യുവാക്കളുടെ നമുക്ക് ആ സമരം ചെയ്യുന്ന ആൾക്കാരെ കണ്ടാൽ തന്നെ ചിരി വരുമെന്ന്. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യാൻ വന്നിരിക്കുന്ന ഒരാൾ മീഡിയ
വന്ന് ചോദിക്കുക നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഞാൻ BA പഠിക്കുക, എന്നിട്ട് എന്താ പോകുന്നു, ഞാൻ ഡോക്ടറാവുന്നത്, BA പഠിക്കുന്നയാൾ എങ്ങനെയാണ് ഡോക്ടറാവുന്നത്. അപ്പോൾ അതുപോലും അറിയാത്ത കുറച്ച് ആൾക്കാരെ എവിടുന്ന് ഇവർ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണ്. ഇറക്കിയിട്ട് അത് വെച്ചിട്ട് അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി അതിൻ്റെ പുറത്തേക്ക് കൃത്യമായിട്ട് നോക്കൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു ക്രെഡിബിലിറ്റിയും പബ്ലിക്കിൻ്റെ ഇടയിൽ ഇല്ല. അവരൊരു വിഷയം നേരിട്ട് വന്ന് സമരം ചെയ്ത് കഴിഞ്ഞാൽ ആ സമരം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആളില്ല. അപ്പോൾ അതുകൊണ്ടൊരു പ്രോക്സി ആയിട്ടൊരു ടീമിനെ കൊണ്ടുവന്ന് ഇറക്കി ഒരു ബഹളമുണ്ടാക്കി പിന്നീട് അതിൻ്റെ തലപ്പത്തേക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അവർക്കൊരു വിഷയം എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാമ്പോ കരുത്തോ ഇല്ല എന്നുള്ള കാര്യം പൊതുജനങ്ങൾക്ക് വളരെ നന്നായിട്ടറിയാം. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ആവർത്തിച്ച് പറയുകയാണ്, എന്താണ്, നേപ്പാളിൽ നോക്കൂ, ബംഗ്ലാദേശിലും നോക്കൂ, അവിടെ ജൻസി ഇളകിയില്ലേ, അവർ ഗവൺമെന്റിനെ അട്ടിമറിച്ചില്ലേ, നിങ്ങളും വരൂ ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കും. നോക്കൂ, ആണുങ്ങളെ പോലെ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിക്കാൻ നോക്കുന്നേ. അതല്ലേ ചെയ്യേണ്ടുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിലും നിങ്ങൾ മത്സരിച്ച് ജയിക്കൂന്നേ. ഞങ്ങൾക്കെതിരായിട്ട് പറയാനുള്ള കാര്യം മുഴുവൻ നിങ്ങൾ പറയൂ, നീറ്റ് പറയൂ, ചോദ്യപേപ്പർ ചോർന്ന് പറയൂ, നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ കാലത്ത് എന്ത് സംഭവിച്ചു, ഞങ്ങളുടെ കാലത്ത് എന്താണ് സംഭവിക്കുന്നത്, ഞങ്ങൾ എന്താണ് ചെയ്തത്, നമുക്ക് ചർച്ച ചെയ്യാം. അതിനെല്ലാത്തിനും പകരമായിട്ട് അവർക്കതിനൊന്നിനും വയ്യ. രാഹുൽ ഗാന്ധിക്ക് കറങ്ങാൻ പോകണം ഇല്ലേ? അല്ല, ഈ കർഷക സമരം നമ്മൾ കണ്ടായിരുന്നു. NDA സർക്കാർ മുന്നോട്ട് പോകുന്നു, കർഷകർക്ക് അനുകൂലമായ കുറച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു, ഇടനിലക്കാരെ ഒഴിവാക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കുന്നു. വളരെ ശക്തമായ, പ്രതീക്ഷിച്ചതിലും സാധാരണക്കാർ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് ആ സമരം പോകുന്നു, നീണ്ടു നിൽക്കുന്നു. അവർക്ക് എങ്ങനെ ഇത് തുടരാൻ സാധിക്കുന്നു എന്ന ചോദ്യമായിരുന്നു. പിന്നീട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്നുള്ളത് സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. ഇവിടെയും NDA സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇത്തരത്തിലൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു. 3-2 ഭൂരിപക്ഷം നേടിയേക്കുമോ മോദി സർക്കാർ എന്ന സംസാരം നടക്കുന്നതിനിടെയാണ് ഈ പ്രശ്നം ഇപ്പോൾ നുരഞ്ഞു പൊന്തിയിരിക്കുന്നത്. ഒപ്പം മൺസൂൺ സെഷൻ്റെ ആദ്യ ദിവസം പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്താൻ പോവുകയാണ്. അവർക്ക് പെർമിഷൻ കിട്ടാതെയാണ് നടത്തിയത്. ഓക്കെ, ജന്തർ മന്ദറിൽ അവർക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു അവിടെ പ്രതിഷേധിക്കുവാൻ. പക്ഷേ ഈ പ്രകടനം നടത്തുവാൻ അവർക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. നിർണായകമായ പല ബില്ലുകൾ, MCRA ഉൾപ്പെടെയുള്ള ബില്ലുകൾ അവതരിപ്പിക്കേണ്ട ഒരു മൺസൂൺ സെഷൻ, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഈ ബില്ലുകളുടെ അവതരണം തടസ്സപ്പെടുത്തുക, സർക്കാരിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ഉയർത്തുക, ജനങ്ങളുടെ ഇടയിലേക്കും മറ്റൊരു ഇംപ്രഷൻ കടത്തിവിടുക, ഇങ്ങനെ ഉണ്ടായിരിക്കുമോ അവരുടെ മനസ്സിൽ? ഇത് FCRA തന്നെയാണ് ഇത്തവണത്തെ പ്രധാനപ്പെട്ട വിഷയം, അല്ലാണ്ട് നീറ്റ് ഒന്നുമല്ല വിഷയം അത്. പക്ഷേ FCRA ആണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്രയും വലിയ ഒരു ഒരു ക്യാമ്പയിൻ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ FCRA പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടുന്നത് തടയുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഫോറിൻ ഫണ്ടിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ചില ആൾക്കാരുടെ ആവശ്യകതയാണ്. അവർ പലതരത്തിൽ അതൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. പലതരത്തിൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കി, അതൊന്നും സമ്മർദ്ദങ്ങൾ ചെലുത്താൻ വേണ്ടിയിട്ട് നോക്കി, ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു വഴി കൂടിയാണിത്. ഇതൊരു കൂട്ടുമുന്നണിയാണ്. ഈ കൂട്ടുമുന്നണി എല്ലാം കൂടി ചേർന്നിട്ട് ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ കർഷക സമരം എന്ന് പറഞ്ഞു വന്ന ഇടനിലക്കാരുടെ സമരം. ഇന്ത്യയിൽ ഏതാണ്ട് 12 കോടി ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2000 രൂപ കർഷക കിസാൻ സമ്മാൻ നിധി മേടിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പേര് ഈ പറയുന്ന കർഷക സമരവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഉണ്ടായിരുന്നു? കുറച്ച് തലയെക്കെട്ട് കിട്ടിയ ആൾക്കാരിനപ്പുറത്തേക്ക് ആരുണ്ടായിരുന്നു അവിടെ എന്നുള്ളതൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഈ കർഷകർക്ക് യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ഈ ഡൽഹിയിൽ, ഈ പഞ്ചാബിൽ നിന്ന് വന്നു കയറുന്ന കുറച്ച് തലയെക്കെട്ടുകാർ മാത്രമല്ലല്ലോ ഉള്ളത്. UP-യിൽ കർഷകരുണ്ട്, ഹരിയാനയിൽ കർഷകരുണ്ട്, തമിഴ്നാട്ടിൽ കർഷകരുണ്ട്, കേരളത്തിലുണ്ട്, ആന്ധ്രയിലുണ്ട്, തെലുങ്കാനയിലുണ്ട്, ഒഡീഷയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇവിടെ എല്ലായിടത്തും ഒരേ സമയം നടക്കണം. വേറെ എങ്ങും ആർക്കും ഒരു പ്രശ്നവുമില്ല, ഇവർക്ക് കുറച്ച് പേർക്ക് മാത്രം പ്രശ്നം എന്നുള്ള നിലയിലേക്ക് ഈ വിഷയത്തിനെ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് സ്പോൺസേർഡായിട്ട് വരുന്ന ഒന്നാണ്. പറഞ്ഞതുപോലെ തന്നെ വളരെ ലോങ്ങിറ്റിവിറ്റി അതിന് കിട്ടുന്നുണ്ട്. അവർ വളരെ എല്ലാ സൗകര്യങ്ങളും കൂടി വരുന്നു, അവിടെ വരുന്നു, അവർ പാചകം ചെയ്യുന്നു, അവർ കാലങ്ങളോളം താമസിക്കാൻ കണക്കിന് വരുന്ന ആൾക്കാരൊക്കെ വലിയ ഹമ്മറിലൊക്കെയാണ് വരുന്നത്. കർഷകരായിട്ടുള്ള സാധാരണക്കാരെ പോലെ അല്ല അവർ വരുന്നത്. അപ്പോൾ ഇടനിലക്കാരാണ്, നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ്. ചോദിച്ചാൽ പറയും കർഷകൻ ഹമ്മറിൽ വന്നാൽ നിങ്ങൾക്ക് എന്താ? കർഷകൻ ഹമ്മറിൽ വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് കർഷകൻ ഹമ്മറിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയെങ്കിൽ അത് വളരെ സന്തോഷം എന്നുള്ളതാണ്. പക്ഷേ ഈ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മുഴുവൻ ഈ പറയുന്ന ഇടനിലക്കാരായിരുന്നു. ആ സമരം അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളെ പിടിച്ചുകൊണ്ട് അത് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന മെഡൽ നേടിയ ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു നറേറ്റീവ്, അതിലും ഈ പറയുന്ന സോ കോൾഡ് കർഷക ആൾക്കാർ വരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റോ ഒരു വൈകാരികത ഇളക്കി വിട്ടുകൊണ്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ അതേ വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ വൈകാരികമായ ഒരു വിഭാഗം എന്ന് സൃഷ്ടിച്ചുകൊണ്ട്, ഈ വിഭാഗമൊന്നുമല്ല ഞാൻ ചോദിക്കട്ടെ, 20 ലക്ഷം പേര് ഇവിടെ നീറ്റ് എഴുതി.
അതിനകത്ത് 11 ലക്ഷത്തോളം പേര് ഇവിടെ പാസ്സായി. 56% പേർ ഒരു കട്ട് ഓഫ് മാർക്ക് കടന്ന് മുമ്പോട്ട് പോയി. അവർ ആഘോഷിക്കുകയാണ്, അവരടുത്ത ഡോക്ടേഴ്സ് ആവാൻ വേണ്ടി പോവുകയാണ്. ഇവരെന്തിനാണ് പിന്നെ ഇപ്പോൾ ഈ വിഷയം എടുത്തിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, അതിൽ സംശയമുണ്ട്. അത്തരത്തിൽ പരിഹരിച്ചൊരു വിഷയത്തിന് വേണ്ടി എന്തിന് ഇത്തരത്തിലൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നു എന്ന്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാർലമെൻറ്റ് സെഷൻ നടക്കുമ്പോൾ, അങ്ങോട്ടേക്ക് മാർച്ച് നടക്കുമ്പോൾ സുരക്ഷാ സംവിധാനം ശക്തമായിരിക്കും. തീർച്ചയായിട്ടും സ്വാഭാവികമായും ലാത്തി ചാർജ് ഉണ്ടാകും, അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിക്കും, സെക്യൂരിറ്റി ഫോഴ്സസ്. അതറിഞ്ഞുകൊണ്ട് തന്നെ ഈ സമരത്തിന് വന്ന കുട്ടികളെ, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തവരെ നേതൃത്വം തള്ളിവിടുകയായിരുന്നു. കാരണം ഇതൊരു വലിയ ശ്രദ്ധ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകണം, ലാത്തി ചാർജ് ഉണ്ടാകണം, അങ്ങനെ എന്തെങ്കിലും. മാത്രമല്ല, അവർ ആഗ്രഹിച്ചത് ലാത്തി ചാർജ് മാത്രമല്ല, അവരൊരു 4-5 രക്തസാക്ഷികളെങ്കിലും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ സോനം വാങ്ചുക്ക് എവിടെയൊക്കെ പോയിട്ട് ഈ പറയുന്ന പോലത്തെ ഹങ്കർ സ്ട്രൈക്ക് നടത്തുന്നു, അവിടെയൊക്കെ അദ്ദേഹം ഒരു 4-5 രക്തസാക്ഷികളെ സൃഷ്ടിക്കാറുണ്ട്. അതേ പാറ്റേൺ തന്നെയാണ് അവർ ഡൽഹിയിൽ ആഗ്രഹിച്ചത്. പക്ഷെ അത് സംഭവിച്ചില്ല എന്നുള്ളതാണ്. അതെ, ഈ സമരത്തിൻ്റെ ഇനിയുള്ള ഗതി എന്തായിരിക്കും എന്നാണ് കരുതുന്നത്? കാരണം ഇപ്പോൾ പറഞ്ഞ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിഹരിച്ച ഒരു പ്രശ്നമുണ്ട്, പരിഹരിക്കാൻ ചില കാര്യങ്ങളൊക്കെയുണ്ട്, ചില ജെന്യുവനായിട്ടുള്ള കൺസേൺസ് ചിലരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ പ്രതിഷേധക്കാരുടെ ഉദ്ദേശശുദ്ധി പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. അവരുടെ മുദ്രാവാക്യം തന്നെ നേപ്പാൾ, ബംഗ്ലാദേശ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ മുദ്രാവാക്യങ്ങൾ. ബംഗ്ലാദേശ് മാത്രമല്ല, ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ കാശ്മീരിന് സ്റ്റേറ്റ് ഉണ്ട്. നമുക്ക് നീറ്റ് വിഷയമാണ് നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ അതാ ഞാൻ പറഞ്ഞ ആ വിഷയത്തിനകത്ത് അവർക്ക് പ്രശ്നമില്ലാന്നേ, ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അവർക്ക് അതിൻ്റെ പേരിൽ ഒരു വലിയ പുകമുറ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ മറ്റ് ചില അജണ്ടകൾ അവിടെ നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിൻ്റെ ഭാവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, ജെനുവിൻ അല്ലാത്ത ഒരു വിഷയത്തിനും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നീറ്റുമായി ബന്ധപ്പെട്ടിട്ട് ജെനുവിനായിട്ടുള്ള കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്, അതിനകത്ത് ചർച്ച നടക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ അകത്ത് പോരായ്മകൾ വന്നിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നടപടികൾ ഉണ്ടാകേണ്ടതാണ്. അതിനൊന്നും ഇവിടെ ആരും എതിരല്ല, തീർച്ചയായിട്ടും ആരും എതിരല്ല. പക്ഷേ ആ വിഷയത്തിനെ കൺസ്ട്രക്റ്റീവായിട്ട് കാണുന്നതിന് പകരം ഇത്തരത്തിൽ ഈ വിഷയത്തിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വൈകാരികത പടർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ അനാവശ്യമായിട്ട് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന തലത്തിലേക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം കുറേ സെലിബ്രിറ്റികൾ ഇതിന് വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. ഇവർക്ക് ടൂൾ കിറ്റ് അയച്ചു കൊടുക്കുന്നു, ഇവർ ഈ ടൂൾ കിറ്റ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആക്കുന്നു. ഇതൊരു നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുവരുന്ന പാറ്റേൺ ആണ്. അത് കേരളത്തിൽ മാത്രമോ ഇന്ത്യയിൽ മാത്രമോ അല്ല, അത് ജിയോ പൊളിറ്റിക്സിൽ തന്നെ മൊത്തത്തിൽ കണ്ടുവരുന്ന, ഇന്റർനാഷണൽ ചെയ്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഒരു ഗ്രേറ്റ തുംബർഗ്, ഇങ്ങനെ കുറേ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇവർ നമ്മൾ കർഷക സമരം എന്ന് പറയുന്ന ആ സമരം വന്ന സമയത്ത് പെട്ടെന്നൊരു കർഷക അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പൊങ്ങി വന്നു. ആരാ? മിയ ഖലീഫ ഇവിടെ വലിയ പ്രശ്നമായിരുന്നു അല്ലേ? അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആൾക്കാർ മുതൽ പല ആൾക്കാരും ഇങ്ങോട്ടേക്ക് നമ്മളിത് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഒന്നുകിൽ ഈ പോസ്റ്റ് ചെയ്യുന്ന സെലിബ്രിറ്റികൾക്ക് തോന്നണം ഇത് ബോറാണ്, നാട്ടുകാർക്ക് ഇത് മനസ്സിലാകും എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് തോന്നണം. അല്ല എന്നുണ്ടെങ്കിൽ അവർ ഈ കിട്ടുന്ന 50,000 രൂപ 60,000 രൂപ 2 സ്റ്റോറി ഇട്ടിട്ട് പോവുക, അതാണ് വലുത് എന്ന് പറഞ്ഞിട്ട് പോകണം. അത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. അല്ല, ഇതിപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് പല അന്താരാഷ്ട്ര പ്രതിഭകളും വരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പിന്നീട് നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ അതൊക്കെ തെറ്റാണെന്നും വരുന്നുണ്ട്. അപ്പം ഈ വിഷയത്തിനെ അടിസ്ഥാനമാക്കി ഒട്ടേറെ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ വാർത്തയുടെ എല്ലാ വശങ്ങളും കേരളത്തിലേക്ക് പോലും എത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് തോന്നുന്നു. അല്ല, കേരളത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിലേക്ക് എത്തിക്കാൻ താല്പര്യമുള്ള വിഷയം മാത്രം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരെടുത്ത് കല്ലെറിയുന്ന സമയത്ത് പോലീസ് തല്ലും, ആ കല്ലെറിയുന്ന സാധനം ഇല്ല, പകരം പോലീസ് തല്ലുന്ന സാധനം കേരളത്തിലേക്ക് എത്തും. എന്നിട്ട് അതേ വിദ്യാർത്ഥികൾ ഒരാവശ്യം ഉന്നയിച്ചപ്പോൾ തല്ലിയത് ലോകത്ത് ആദ്യത്തെ സംഭവം പോലെ. അതാ ഞാൻ പറഞ്ഞത് നിങ്ങളോട്, എന്താ അങ്ങോട്ട് പറഞ്ഞതാ. കാരണം കേരളത്തിൽ ഇവിടെ KSUക്കാരൻ്റെ തലയടിച്ച് പൊട്ടിക്കുമ്പോൾ, SFIക്കാരൻ്റെ കാലടിച്ച് ഒടിക്കുമ്പോൾ, KVPക്കാരൻ്റെ കൈ അടിച്ചൊടിക്കുമ്പോൾ പ്രശ്നമില്ല. കാരണം നമ്മൾ കണ്ടുപെടുത്തിട്ടുണ്ട്, ഇവിടെ സമരം നടക്കും, സ്വാഭാവികമായിട്ട് നടക്കും എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പാർലമെൻറ്റിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമ്പോഴാണ്. പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. പാർലമെൻറ്റിൽ മാർച്ച് നടത്തുമ്പോൾ എല്ലാവരും കയ്യും കെട്ടി നോക്കിയെന്ന് ഇവരെല്ലാവരും പാർലമെൻറ്റിൻ്റെ അകത്തേക്ക് കല്ലെറിയാൻ കയറ്റി വിടണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്ന നറേറ്റീവ് എന്ന് പറയുന്നത്. അല്ല, ഇത്തരത്തിലുള്ള നമ്മൾ മത്സര പരീക്ഷയെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഇതിനേക്കാൾ അപ്പുറം ഗ്രാവിറ്റി ഉള്ളൊരു വിഷയം PSC വിഷയം നടന്നു. സംസാരിക്കേണ്ട, ആർക്കും സംസാരിക്കേണ്ട, ആർക്കും പ്രതിഷേധിക്കേണ്ട. അല്ല, അതാണ് ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്. ഈ CJP എന്ന് പറയുന്ന ആൾക്കാർ ഇവർ പോയിട്ട് ഇപ്പോൾ MA ബേബി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ചെല്ലുകയാണ്, സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ A റഹീം ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ചെല്ലുകയാണ്.
അവരുടെ ആവശ്യം യുവാക്കളുടെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, വളരെ ജെനുവിൻ ആയിട്ടുള്ള ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ ചോദിക്കേണ്ടത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് അവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനത്ത് നിങ്ങൾ അത് പോട്ടെ, ഇവിടെയൊക്കെ രണ്ട് സ്ഥലത്ത് മോഷണം നടന്നിരിക്കുന്നതാണ്. മറ്റേ ഇവിടെ കേരളത്തിൽ നടന്നിരിക്കുന്നത് അങ്ങനെയല്ല. ആസൂത്രണ ബോർഡിലേക്കുള്ള ആ പരീക്ഷ കൃത്യമായി അട്ടിമറിച്ച് CPM-കാരായിട്ടുള്ള ആൾക്കാരെ അവിടെ ജോലിക്ക് കയറ്റാൻ വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്ന ഒരു വമ്പൻ അട്ടിമറിയാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് അവർ ചോദിക്കണ്ടേ, നിങ്ങൾ എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? ധർമ്മേന്ദ്ര പ്രധാന മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ വന്നിരിക്കുന്ന MM ബേബിക്ക് മോറൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ? അവിടെ വന്നിരിക്കുന്ന ഈ പറയുന്ന ആൾക്കാർക്ക് മോറൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഇവരെന്തടിസ്ഥാനത്തിൽ അതിനെ എൻ്റർടൈൻ ചെയ്യുന്നത്? അപ്പോൾ അവരുടെ ആവശ്യം, അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ആവശ്യം യുവാക്കളുടെ ആവശ്യമേ അല്ല, അല്ലെങ്കിൽ യുവതയുടെ ആവശ്യമേ അല്ല. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതിനൊരു ടൂളാക്കി ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ. വൈകാരികമായി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. തിരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ വൈകാരികമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഈ വിഷയങ്ങളെയൊക്കെ തന്നെ നേരിടാൻ ഏത് തരത്തിലുള്ള ടാക്ടിക്സ് ആയിരിക്കും ഇനിയിപ്പോൾ കേന്ദ്രം പ്രയോഗിക്കുന്നതെന്ന് എന്തെങ്കിലും ഊഹമുണ്ടോ? ഏത് രീതിയിൽ ഇതിനെയൊക്കെ പറയുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ ജെനുവിൻ അല്ലാത്ത വിഷയത്തിന് പെട്ടെന്നൊരു ബൂം കിട്ടും, പക്ഷെ അതിന് ലോങ്ങിറ്റിവിറ്റി കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഫാക്റ്റ് പറയുക, ആൾക്കാരോട് യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം പറയുക, ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി നിങ്ങൾ ജെനുവിനായിട്ടുള്ളൊരു വിഷയമാണോ ഉന്നയിക്കുന്നത്, തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ചർച്ച നടത്താനും തയ്യാറാണ്. ഓക്കെ, അതാണ് യുവരാജ് ഗോകുലിന് പറയാനുള്ളത്. ഇപ്പോൾ നടക്കുന്ന സമരം ജെനുവിനല്ല, അവരുടെ ഉദ്ദേശശുദ്ധി സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരസ്പര വിരുദ്ധമാണ്. ആ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ ലക്ഷ്യമെന്ത്? ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെട്ട പ്രശ്നത്തിന് വേണ്ടി വീണ്ടും ഇത്തരത്തിലൊരു പ്രക്ഷോഭം നടത്തുന്നത് എന്തിന് എന്നുള്ളതും ഈ ഒരു വളരെ ശക്തമായ ചോദ്യമായി വരുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ കൃത്യമായ ഉത്തരം തരുവാൻ ആരുടെ അടുത്തേക്ക് പോകണം എന്നുള്ളതൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ സമരത്തിലൊന്നും കുലുങ്ങില്ല BJP എന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കുലുങ്ങില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് യുവരാജ് ഗോകുൽ. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.